പാലസ്തീൻ ഇസ്രായേൽ വിഷയം ഉണ്ടായ സമയത്ത് ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് മജിദ് അൽ ഷംസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 12 കുട്ടികൾ ലെബനോനിൽ നിന്ന് വന്നിട്ടുള്ള ബോംബ് റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാർത്ത. അത് ഈ അക്രമത്തിൻ്റെ ഇടയിൽ നമ്മൾ കേട്ടതാണ്. പക്ഷേ എവിടെയും കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഓൾ ഐസ് ഓൺ മജിദ് അൽ ഷംസ് എന്നൊന്നും പറഞ്ഞിട്ട് ആരും നിലവിളിച്ചിട്ടില്ല. കാരണം ഈ കൊല്ലപ്പെട്ടത് ഡ്രൂസ് കുട്ടികളായിരുന്നു, ഈ 12 പേരും. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ നോർത്തേൺ ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറിയ, ലെബനോൻ ഇതുമായിട്ട് ചേർന്ന് കിടക്കുന്ന, അതുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഗോലൻ ഹൈറ്റ്സും ആ ഭാഗമാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം തന്നെ ആയതുകൊണ്ട് അവിടെ കുട്ടികൾ കളിക്കുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്, അതിൻ്റെ ചിത്രങ്ങൾ വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മൊബൈൽ ഫോണിൽ സൂം ചെയ്ത കാണുന്ന സ്ഥലം ഈ ലെബനോണിൽ അത്രയും അടുത്തുള്ള സ്ഥലത്തു നിന്നാണ് ഈ റോക്കറ്റ് വീഴുന്നത്. അപ്പോൾ റോക്കറ്റ് വിക്ഷേപിക്കുന്നു എന്ന് സൈറൺ മുഴങ്ങുമ്പോൾ ഓടി വിളിക്കാനുള്ള സമയം ഇവർക്ക് കിട്ടുന്നില്ല. സെക്കൻഡ്സാണ്, 7 സെക്കൻഡോ 8 സെക്കൻഡോ കണ്ടേ ഇവർക്ക് കിട്ടുന്നുള്ളൂ എന്നാണെന്ന് പറഞ്ഞു കേട്ടെ. അതായത് വളരെ കുറഞ്ഞ സമയം, 10 സെക്കൻഡിൽ താഴെ. അതിൻ്റെ ഉള്ളിൽ ഓടി ഒളിക്കണം. അത് ഈ ബങ്കർ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ അതിലേക്ക് ഓടി ഒളിക്കുന്നതിന് മുന്നേ ഇവരുടെ ഇടയിലേക്ക് ഈ റോക്കറ്റ് വഴി കുട്ടികൾ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.